എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ എസ്.ഐ.ടി അന്വേഷണം തൃപ്തികരമല്ലെന്നും തുടരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ കോടതിയെ സമീപിച്ചു. കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചാണ് പരാതി നൽകിയത്. പ്രതി CPM പ്രവർത്തകനായതിനാൽ ശരിയായ തെളിവുകൾ ശേഖരിച്ചില്ലെന്നും പ്രശാന്തനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന് വ്യാജ കേസ് നിർമ്മിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. പ്രശാന്തൻ PP ദിവ്യയുടെ ബിനാമിയാണെന്ന സൂചനയുണ്ടായിട്ടും ഇക്കാര്യം അന്വേഷിച്ചില്ല. ഇലക്ട്രോണിക് തെളിവുകളിൽ പലതും ക്രമക്കേടുണ്ട്. CDR പലതും ശേഖരിച്ചില്ല തുടങ്ങി പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലെ തെളിവുകളാണ് ഹർജിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശരിയായ അന്വേഷണം നടത്തിയാൽ വ്യാജ ആരോപണം തെളിയിക്കാൻ കഴിയുമെന്നും കുടുംബം വ്യക്തമാക്കുന്നു. നമ്മൾ പറഞ്ഞിരിക്കുന്ന CDRകൾ, ഈ പ്രതികളുടെ ഒന്ന് CDRകൾ, അതുപോലെ ഇവർ സെക്കൻഡ് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും അവർ കളക്ട് ചെയ്തിട്ടില്ല. ഈ CDRകൾ എടുത്തിട്ടില്ല. അതുപോലെ ചാറ്റ് ഹിസ്റ്ററികൾ ഡിലീറ്റ് ചെയ്തൊന്നും എടുത്തിട്ടില്ല. നമ്മൾ പ്രതികളാകണം എന്ന നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഗൂഢാലോചന പങ്കുണ്ടെന്ന് പറയുന്ന വ്യക്തികളുടെ ഒക്കെ തന്നെ ഫോണുകൾ അത് സൈബർ ഫോറൻസിക് ലാബിൽ അയച്ചിട്ടില്ല. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒന്നും തന്നെ കളക്ട് ചെയ്തിട്ടില്ല. പിന്നെ പല വൈരുദ്ധ്യങ്ങളുണ്ട്. കളക്ടറുടെ മൊഴിയിലെ വൈരുദ്ധ്യമുണ്ട്. അതിന് വിരുദ്ധമായിട്ടാണ് കളക്ടറുടെ CA കൊടുത്തിരിക്കുന്ന മൊഴിയെ. അതിലൊക്കെ വളരെ 1.5 മിനിറ്റ് മാത്രമാണ് ഈ കളക്ടറുമായിട്ട് സംസാരിച്ചു എന്ന് പറയപ്പെടുന്നത്. പക്ഷേ കളക്ടറുടെ മൊഴി കണ്ടു കഴിഞ്ഞാൽ 1.5 മണിക്കൂറോളം സംസാരിച്ചതായിട്ടും പുള്ളി അതിനെ ആശ്വസിപ്പിച്ചായിട്ടും ഒക്കെ പറയുന്നുണ്ട്. ആരോ എഴുതിയ തിരക്കഥയ്ക്ക് അനുസരിച്ചായിരുന്നു SIT അന്വേഷണം നടന്നത്. SIT അന്വേഷണത്തിലെ വീഴ്ചകൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞാണ് പുതിയ ഹർജിയുമായി കുടുംബം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പഴുതടച്ച അന്വേഷണത്തിലൂടെ മാത്രമേ സത്യം പുറത്തുവരൂ എന്നാണ് കുടുംബത്തിന്റെ വാദം. ജനം, കണ്ണൂർ.